ഇന്ന് ഒരു യുവ സംവിധായകനെ പരിചയപ്പെടുത്തുകയാണ്. മേഘം പോലെ എന്ന സിനിമ പൂജാവേള കഴിഞ്ഞ് സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. മേഘം പോലെ എന്ന ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുവാനായി സംവിധായകനായ ഹരിയെ നമുക്ക് ക്ഷണിക്കാം. ചെറുതും വലുതുമായ 81ഓളം ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അഭിനയിക്കുന്നു. അതിലൊരു 34 കഥാപാത്രങ്ങളോളം മെയിൻ റോളുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഒരു വൻ ബഡ്ജറ്റ് ചിത്രത്തോളം മികവിൽ ഷൂട്ടിംഗ് തീർക്കാൻ നോക്കുന്ന ചിത്രമാണ്. സംവിധായകൻ മാത്രമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി അത് തിരക്കഥയാക്കി 1.5 വർഷത്തോളം പ്രയത്നിച്ചുകൊണ്ട് ഒരു സിനിമ പുറത്തിറക്കുക. എന്താണ് സംവിധായകൻ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയുവാനുള്ളത്? സിനിമ റെപ്രസെൻറ്റേറ്റീവായി 7-8 വർഷത്തോളം പ്രവർത്തിച്ച ഞാൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സിനിമ ഓഫീസുകൾ മാനേജരായും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 20 വർഷത്തോളം ആ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഹോദരൻ ചേട്ടൻ ശരവണ മൂവീസ് എന്ന് പറഞ്ഞ സ്ഥാപനം, അവിടെ ചെറുതിലെ മുതൽ കണ്ട് സിനിമ എന്താണെന്ന് വളർന്ന ഞാനാണ്. 20 വർഷത്തോളം അതിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രവൃത്തി പരിചയം വെച്ച് ചെയ്യുന്ന സിനിമയാണിത്. ഇതിൻ്റെ തിരക്കഥ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മേഘം പോലെ എന്ന സിനിമയിൽ ഇതിൽ പ്രധാനമായും പറയുന്നത് ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുന്നതായിരുന്നു പ്രധാന ജോലി. അത് ഏകദേശം 1.5 വർഷത്തോളം എടുത്തിട്ടുണ്ട്. അത് എല്ലാം പുതുമുഖ ആർട്ടിസ്റ്റുകളും നമ്മൾക്ക് ആ സിനിമയായിട്ട് യോജിച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ സിനിമയായിട്ട് അവർക്ക് ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റിയ കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. 80ഓളം ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ. ശരിക്കും സമൂഹത്തിന് ഗുണകരമാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. കാഴ്ചക്കാർ, അതായത് എല്ലാ ഫാമിലി ഓഡിയൻസിനും കാണത്തക്ക രീതിയിൽ ഒരു ഫാമിലി ചിത്രം തന്നെയാണ്. കുടുംബ പശ്ചാത്തലത്തിൽ തുടങ്ങുന്ന ചിത്രം ആണ്. അത് എല്ലാ മേഖലകളിലും എത്തുന്നുണ്ട്. കഥ ഒരു ഇതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ പല മേഖലകളിലും ആ കഥ എത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ. അതുകൊണ്ടാണ് ഇതിന് മേഘം പോലെ എന്ന് പേര് നാമകരണം ചെയ്തിരിക്കുന്നത്. ശരവണ മൂവീസിൻ്റെ ബാനർ ദേവു ഫിലിംസ് റിലീസ് എന്ന ബാനറിലായിരിക്കും ചിത്രം പുറത്തു വരുന്നത്. മേഘം പോലെ എന്നാണ് സിനിമയുടെ പേര് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഏകദേശം 80ഓളം ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിക്കുവാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ സിനിമയ്ക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നത് ഈ സംവിധായകന്റെ കഴിവ് തന്നെയാണ്. ഈ മാസം 6-ാം തീയതി പൂജ കഴിഞ്ഞ ചിത്രമാണ്. വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 45 ദിവസത്തോളം കൊണ്ട് വർക്ക് പൂർണ്ണമായും തീരും. നമുക്ക് ഉടൻ തന്നെ അത് തിയേറ്ററിൽ കാണാനുള്ള സാഹചര്യം എത്തുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ കഥാപാത്രങ്ങൾ എല്ലാം യുവതലമുറയെ ആകർഷിക്കത്തക്ക രീതിയിൽ തന്നെയായിരിക്കും. പേരൻസ് ഉൾപ്പെടെ കുട്ടികൾ വന്നിരുന്ന് കാണത്തക്ക ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചിത്രം തന്നെയായിരിക്കും ഇത്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തമാശകളാണേലും സോങ്ങുകളാണേലും എല്ലാം അതിൻ്റേതായ ഒരു ഇപ്പോഴുള്ള ട്രെൻഡിന് പറ്റുന്ന രീതിയിലുള്ള ചിത്രം തന്നെയായിരിക്കും പുറത്തു വരുന്നത്. അന്വേഷണ ഏജൻസി പോസിറ്റീവായ കഥാപാത്രങ്ങളാണ്. എല്ലാ ചിത്രങ്ങളിലെയും കാണുന്ന പോലെയല്ല, ശരിക്കും പോസിറ്റീവായ ഈ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയും ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ട് സമൂഹത്തിന് ഗുണകരമാവുന്ന പ്രവർത്തനങ്ങൾ കണ്ട് കൈയടിക്കത്തക്ക രീതിയിലാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.